السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين. الصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും അവൻ്റെ അടുക്കൽ സ്വാലിഹായ നിലക്ക് സ്വീകരിക്കുകയും പോരായ്മകളൊക്കെ അല്ലാഹു പൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി നൽകട്ടെ. ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നിരവധി പേർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയിലേക്ക് ഒരു സഹോദരൻ തിരുത്തിയിൽ കുഞ്ഞിപ്പ എന്നവർ, അവരുടെ ഉമ്മ, ഉപ്പ, മകൾ, ഇവർ 3 പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 1500 രൂപ സ്വതക്ക നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ സ്വതക്കയെ സ്വീകരിക്കട്ടെ. അതിൻ്റെ ഫലമായി ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബറുകളിലേക്ക് ആ സ്വതക്കയുടെ പ്രതിഫലത്തെ അല്ലാഹു നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ പ്രയാസങ്ങളെ ഉയർത്തി അവൻ്റെ നിഅ്മത്തുകളുടെ പറുദീസയായ ഒരു ഖബറായി ആ ഖബറുകളെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നിരവധി ഇടങ്ങളിൽ നിന്നായി ഹബീബിൻ്റെ മദ്ഹുകൾ കേൾക്കാനും സുന്നത്തുകളെ പരിചയപ്പെടാനും ഒക്കെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. റബീഉൽ അവ്വലിൽ ഒരു മാസക്കാലം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് എന്താണ് നേടിയത് എന്ന ചോദ്യത്തിന് അടുത്ത റബീഉൽ അവ്വൽ അനന്തരമുള്ള ജീവിതത്തിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് കൂടുതൽ ഹുബ്ബ് വന്നു എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണം. എൻ്റെ ജീവിതത്തിൽ നിശ്ചിത സുന്നത്തുകൾ ഞാൻ പതിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറയാൻ കഴിയണം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഹബീബിൻ്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായി മാറണം. ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്കിടയിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗവും ഈമാൻ വർധനവിന് കാരണവുമാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ അർത്ഥത്തിൽ നമ്മുടെ ഈമാനിൻ്റെ സംരക്ഷണവും ഈമാനിൻ്റെ വർധനവിനും കാരണമാകുന്ന വിധത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നിർവഹിച്ച എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്തരത്തിലുള്ള ഓരോ വേളകളും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിനെ കൂടുതലായി റീചാർജ് ചെയ്തെടുക്കുവാനുള്ള വേദികളാണ്, അവസരങ്ങളാണ്. റബീഉൽ ആഖിർ ഇവിടെ ആഗതമായിരിക്കുന്നു. നിരവധി മഹാന്മാരുടെ വിയോഗം കൊണ്ട്, വഫാത്ത് കൊണ്ട് നിരവധി മഹാന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞ സ്മരണകൾ നിലനിൽക്കുന്ന ഒരു മാസമാണ് റബീഉൽ ആഖിറിൻ്റെ മാസം. അവരുടെയൊക്കെ മദതും പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നിരന്തരമായി അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ഔലിയാക്കളെക്കുറിച്ചും സ്വാലിഹീങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അനിവാര്യമായ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരുപക്ഷെ അവൻ്റെ അള്ളാഹുവിൻ്റെ നിഅ്മത്തുകളുടെ പറുദീസയിൽ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അതൊന്നും വേണ്ടത്ര ഓർമ്മിക്കാൻ നമുക്ക് സമയം അനുവദിച്ചെന്ന് വരില്ല. പ്രത്യേകിച്ച് നിഅ്മത്തുകളുടെ വർധനവുണ്ടാകുമ്പോൾ ആ നിഅ്മത്തുകളെ അനുഭവിക്കുന്നതിൻ്റെ തിരക്കുകൾക്കിടയിൽ നിഅ്മത്ത് നൽകിയ മുൻഇമിനെ, നിഅ്മത്തിൻ്റെ അനുഗ്രഹദാതാവിനെ ഓർക്കാൻ നമ്മൾ മറന്നുപോകും. അനുഗ്രഹങ്ങൾ കുറയുകയാണെങ്കിൽ, പരീക്ഷണങ്ങൾ കൂടുകയാണെങ്കിൽ അള്ളാഹുവിനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. അനുഗ്രഹങ്ങൾ ധാരാളമായി വർദ്ധിക്കുമ്പോഴാണ് ആ അനുഗ്രഹങ്ങളുടെ സുഖത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ
സ്വാഭാവികമായും പൈശാചികമായ തടസ്സങ്ങൾ മനുഷ്യനുണ്ടാകും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല അവന് നൽകിയെന്ന് അവൻ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ അവൻ പറയുന്ന 2 അനുഗ്രഹങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് നൽകിയ ധനമാണ്, സമ്പത്താണ്. രണ്ടാമത്തത് അവൻ്റെ മക്കളെയാണ്. സ്വന്തം മക്കൾ എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവിൻ്റെയും അഭിമാനവുമാണ്, അവരുടെ സമ്പാദ്യവുമാണ്. സ്വന്തം ജീവിതത്തിൽ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, മുതൽ, ധനം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. പക്ഷേ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ ഈ ധനത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് രണ്ടിനെക്കുറിച്ചും പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളുമൊക്കെ ഈ ജീവിതത്തിൻ്റെ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. അള്ളാഹു നമുക്ക് നിഅമത്തായി കണക്കാക്കി നമ്മൾ നിഅമത്തായി അനുഭവിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ കോപവും നേടാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും. അള്ളാഹു നമുക്ക് നൽകിയ ഏതൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. അള്ളാഹു നമുക്ക് കൈകൾ നൽകി. ഈ കൈകളെ കൊണ്ട് റബ്ബിൻ്റെ പൊരുത്തം നേടാം, റബ്ബിൻ്റെ കോപവും നേടാം. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി. ഈ ആരോഗ്യം കൊണ്ട് റബ്ബിൻ്റെ പൊരുത്തവും നേടാം, റബ്ബിൻ്റെ കോപവും നേടാം. ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി, ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തി റബ്ബിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ വിജയിയാകുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടത് അവൻ അള്ളാഹു അവന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അത് നിർണയിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നിർണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയം പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി മാറുകയാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വീണ്ടും അനുസ്യൂതമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ലൈൻ ശകർതും ലസീദന്നകും. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാണെങ്കിൽ, അവനോട് നന്ദി കേട് കാണിക്കാതെ അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി നന്ദി ചെയ്യുന്നവരാണെങ്കിൽ ലഅസീദന്നകും, അല്ലാഹു ആണയിട്ട് പറയുന്നു, ഉറപ്പാണേ നിങ്ങൾക്ക് അവൻ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഷാക്കിർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് തന്നെ ഷാക്കിറാണെന്ന്, നന്ദിയുള്ളവനാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നന്ദി രേഖപ്പെടുത്തൽ? മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹു നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് വേണ്ടി നന്ദി കാണിക്കുന്നവർ ആരുണ്ടോ അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും നിഅമത്തുകൾ വാരിക്കോരി നൽകലാണ് അള്ളാഹുവിൻ്റെ ശുക്ർ. അത്രമേൽ ദാനം നൽകുന്നവനാണ് അള്ളാഹു. നമുക്ക് നൽകിയതൊന്നും നമ്മൾ ചോദിച്ചിട്ടല്ല, നമുക്ക് നൽകിയതൊന്നും അർഹതപ്പെട്ടതുമല്ല. എൻ്റെ ആരോഗ്യം എൻ്റെ അർഹതയല്ല, എൻ്റെ സമ്പാദ്യം എൻ്റെ അർഹതയല്ല, എൻ്റെ മക്കൾ എൻ്റെ അർഹതയല്ല, എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ അർഹതയല്ല. ദാലിക ഫദ്ലുല്ലാഹ്, അതൊക്കെ അള്ളാന്റെ ഔദാര്യമാണ്, അവൻ്റെ ഓശാരമാണ്, അവൻ്റെ ദാനമാണ്, അവൻ്റെ ഭിക്ഷയാണ്, എല്ലാം അവൻ്റെതാണ്. ഒന്നും നമ്മുടേതല്ല. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും നാം സ്വന്തമായി കൊണ്ടുവന്നിട്ടുമില്ല. അതുകൊണ്ടാണ് അനുഗ്രഹമാണെന്ന് നമ്മൾ കരുതിയതൊക്കെയും ഒരു പക്ഷേ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഘടകങ്ങളാകാം. ഈ ഭൂമിയിലുള്ള ഓരോ സെക്കൻഡുകളും നമ്മളുടെ ധനങ്ങളാവട്ടെ, സമ്പത്താവട്ടെ, സമ്പാദ്യങ്ങളാവട്ടെ, മക്കളാകട്ടെ, ജോലിയാകട്ടെ, ഏത് അനുഗ്രഹമാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പകരം കൊടുക്കാൻ സാധ്യമാകണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ തിരുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരു മനുഷ്യന്റെയും ഒരു കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, അന്ത്യദിനത്തിൽ അവന്റെ കാല്, ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആ ചോദ്യങ്ങളിൽ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അൻ മാലിഹി മിൻ ഐന അഖദഹു വഫീമ അൻഫഖ,
സ്വന്തം സമ്പാദ്യത്തെക്കുറിച്ച് ചോദിക്കും, സ്വന്തം ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. സമ്പാദ്യത്തെക്കുറിച്ച് റബ്ബിന്റെ ചോദ്യം ഇതാണ്, മിന്നൈന അഖദഹു വഫീമ അൻഫഖാ, എവിടുന്നാ കിട്ടിയത്, എവിടെയാണ് നീ ചെലവാക്കിയത്, എവിടെയാണ് കിട്ടിയത്? കിട്ടിയത് മാത്രമല്ല റബ്ബിന്റെ ചോദ്യം, ഇൻഫാഖ് കൂടി റബ്ബിന്റെ ചോദ്യമാണ്. കൊടുത്തുകൊണ്ടേയിരിക്കൽ എന്നത് മനുഷ്യന്റെ ഒരു ശീലമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ആദ്യമായി സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ ജൂതരായ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്, അന്യമതസ്ഥരായ പ്രമുഖരൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രമുഖർ സാന്നിധ്യത്തിൽ വെച്ച് അല്ലാഹുവിന്റെ തിരുദൂതർ നടത്തുന്ന പ്രഭാഷണത്തിന്റെ ശകലം ഇങ്ങനെയാണ്, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം തുത്ഇമു الطعام وصلوا الأرحام صلوا بالليل والناس نيام. അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് അഭിവാദ്യം ചെയ്യണം. വഅത്ഇമു الطعام, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭക്ഷണം ധാരാളമായി കൊടുത്തുകൊണ്ടേയിരിക്കണം. വസിലുൽ അർഹാം, നിങ്ങൾക്കിടയിൽ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും സാമൂഹ്യമായ നന്മകളാണ്. അവസാനമാണ് വൈയക്തികമായ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞത്, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുകയും വേണം. 4ാമതായിട്ടാണ് മദീനക്കാർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങളും സാമൂഹ്യ നന്മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ വഹി ഇറങ്ങിയിട്ട് പേടിച്ച് ഖദീജ ബീവിയുടെ അരികിലേക്ക് വരുന്ന ഒരു നിമിഷമുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറയുന്നുണ്ട്, ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തില്ല, അല്ലാഹു നിങ്ങളെ വഴിയാധാരമാക്കില്ല. എന്തുകൊണ്ട്? നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്. വതഹ്മിലുൽ കല്ല, പാവങ്ങളുടെ നിരാലംബരായ ആളുകളെ നിങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. നിങ്ങൾ അതിഥികളെ വിരുന്നൂട്ടുന്നവരാണ്. നിങ്ങൾ ആരാരും സഹായിക്കാനില്ലാത്തവർക്ക് സഹായഹസ്തം നീട്ടുന്നവരാണ്. സാമൂഹ്യമായ നന്മകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. അതൊരു ശീലമായി മാറണം. ദാനം ഒരു ശീലമായി മാറണം. ദാനം ശീലമാകാതെ സമ്പാദ്യങ്ങളെ ഒരുമിച്ച് കൂട്ടിവെക്കുന്നത് എത്രമേൽ അല്ലാഹുവിന് ഇഷ്ടക്കേടാണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ, നിധി പോലെ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിക്കുന്നുമില്ല. അങ്ങനെ സമ്പാദ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അറിയിച്ചു കൊടുക്കണേ. നബി തങ്ങളോട് പറയുകയാണ്. ആ ആയത്തിന്റെ ശേഷം പറയുന്നുണ്ട്, അവർ ഓരോരുത്തരും തങ്ങളുടെ നിധിയായി സൂക്ഷിച്ചു വെച്ച സമ്പത്തുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഒരുക്കി വെച്ച സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നാളെ പടച്ചറബിന്റെ കോടതിയിൽ വരുമ്പോ അവരുടെ കഴുത്തിൽ മാല പോലെ ചാർത്തി കൊടുത്തിട്ട് അള്ളാഹുവരോട് പറയുമത്ര, അള്ളാന്റെ അദാബിനെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അള്ളാഹു അവനോട് പറയുന്ന ഒരു നിമിഷം അവിടെ വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. സമ്പത്ത് ഒരുക്കൂട്ടി വെക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു പാവമാണ്, സ്വഹാബികൾക്കിടയിൽ ധനികനല്ല, ഒരു പാവം സ്വഹാബിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു നോക്കുമ്പോൾ കുറേ ഈത്തപ്പഴം അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ബിലാൽ മാ ഹാദാ, എന്താണിത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ തംറുൻ അദ്ഖിറുഹു, കുറച്ച് കാരക്കയാണ് ഞാൻ എടുത്തു വെക്കുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തു വെക്കുകയാണ് ഞാൻ കാരക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന മറുപടി, വൈഹക യാ ബിലാൽ, എന്ത് മണ്ടത്തരമാണ് ബിലാലെ ഇത്, എന്ത് മണ്ടത്തരമാണിത്. ബിലാൽ റളിയല്ലാഹു അൻഹു ധനികനല്ല, സമ്പാദ്യം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കുന്ന ആളുമല്ല. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന മറുപടി ഇതാണ്, വൈഹക യാ ബിലാൽ, എന്തൊരു മണ്ടത്തരമാണിത്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതെ തവക്കുലില്ലാത്ത ആളുകൾ ചെയ്യുന്ന പണിയല്ലേ ഇത്. അൻഫിഖ് യാ ബിലാൽ, ബിലാലെ എടുത്തുകൊണ്ട് ദാനം ചെയ്യുക. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാലാ, അൻഫിഖ് ബിലാൽ വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാൽ, ബിലാലെ ചെലവാക്കൂ,
അർശിന്റെ അധിപനായ റബ്ബ് നിങ്ങളെ ഒരിക്കലും നിരാശനാക്കില്ല. നിങ്ങൾക്ക് കുറക്കൊന്നുമില്ല. ചെലവാക്കിയാൽ കുറക്കുന്നവനല്ല അള്ളാഹു. അള്ളാഹു അർശിന്റെ അധിപനാണ്. അള്ളാഹു അർശിന്റെ അധിപനാണ്. അവനാണ് മാലിക്കുൽ മുൽക്ക്. അവനാണ്. നമ്മളാണ് നമ്മുടെ സമ്പത്തിന്റെ അധികാരി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ്, ഞാനാണ് ഉടമസ്ഥൻ എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ചെലവഴിക്കാൻ മടിയുണ്ടാവുക. ഞാൻ എൻ്റെ ഉടമസ്ഥനല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥനല്ല, എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഉടമസ്ഥനല്ല. എല്ലാം അള്ളാഹുവിൻ്റെ കൈകളാണ്. അവൻ്റെ കയ്യിലാണ് അധികാരം. അവൻ്റെ കൈകളിലാണ്. എൻ്റേത് മാത്രമല്ല, ഭൂമി ലോകത്തിൻ്റെ മുഴുവൻ അധികാരം അവൻ്റെ കയ്യിലാണ്. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അവൻ ഇഷ്ടമുള്ളവരാണ് ഇവിടെ പ്രതാപികളായത്. ഇവിടെ ധനാഢ്യന്മാരാരും അവരുടെ കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ ആയതല്ല. അള്ളാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് അവർ അത് അനുഭവിക്കുന്ന മാത്രം. അള്ളാഹുവാണ് ഈ ഭൂമിയിൽ. ആരൊക്കെയാണോ ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ താഴ്ന്നവരാണെന്ന് കരുതപ്പെടുന്നത്, അവരാരും അവരുടെ സ്വയം ക്രിയ കൊണ്ട് താഴ്ന്നതല്ല, അള്ളാഹുവിന്റെ ക്രിയ കൊണ്ട് മാത്രമാണ്. ഇസ്സത്ത് റബ്ബിന്റെ കയ്യിലാണ്, ദില്ലത്തും റബ്ബിന്റെ കയ്യിലാണ്. ഒന്നും എൻ്റെ കയ്യിലല്ല. അത് തിരിച്ചറിയുന്ന നിമിഷമാണ് ഒരു ധനികൻ അവൻ ഉദാരനാകുന്നത് അവിടെയാണ്. അല്ലേ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാന്യരോട് ഒരിക്കൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അറിയിപ്പ് വന്നു. സ്വർഗത്തിലേക്ക് അവസാനം പ്രയാസപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരിക്കും. എന്തുകൊണ്ടാണ്? ധാരാളം സമ്പത്തുള്ള ആളാണ്. അതിനൊക്കെ കണക്ക് പറയണല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് അന്ന് മുതൽ പിന്നീട് ഇൻഫാഖിന്റെ പണി മാത്രമാണ്. എല്ലാം റബ്ബിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു സംഘത്തിൻ്റെ കൂടി നന്നായി എന്ന് നമ്മളെപ്പോഴാണ് പറയുക? അയാൾ വലിയ ധനാഢ്യനാകുമ്പോഴാണ്. മൂപ്പരെ കൂടിയപ്പോൾ ഞാൻ വലിയ ധനികനായി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ദീനിൻ്റെയും പ്രത്യേകത അങ്ങനെയല്ല. കൂടുന്നവരൊക്കെ ഭൗതികമായിട്ട് അവർക്കൊരു പക്ഷേ ധാരാളം കുറവുകൾ വന്നു വരാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എത്ര വലിയ ധനാഢ്യയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ വരുന്നതോടുകൂടി എല്ലാ ധനവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലേ? വലിയ പ്രതാപത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുടിലിലേക്ക് മാറുകയാണ്. പക്ഷേ അവരാഗ്രഹിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇസ്സത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അങ്ങനെയല്ലേ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 കൊല്ലം തിരുദൂതരെ കൂടിയ ആളാണ്. സേവനം ചെയ്യാൻ ഖാദിമായി കൂടിയ ആളാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തുടർച്ചയായി 3 ദിവസം പോലും ഒരു ഭക്ഷണം പാചകം ചെയ്യാത്ത എത്രയോ ദിനങ്ങൾ, എത്രയോ വേളകൾ ഹബീബിന്റെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തേക്കുള്ള ഭക്ഷണമല്ലാതെ നാളത്തേക്ക് എടുത്തു വെക്കുന്ന ഒരു പതിവ് പോലും ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നബി തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് വീട്ടിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനയോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു പായയിലാണ് കിടക്കുന്നത്. ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പായയാണ്. അതിൽ ഈർക്കിളിങ്ങനെ ഉയർന്നിരിക്കുന്നുണ്ട്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽമുണ്ട് ധരിക്കാതെ കിടക്കുന്നുണ്ട്. ഉമർ തങ്ങളെ കണ്ടപാടെ എഴുന്നേറ്റിരുന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ ഹബീബിന്റെ ശരീരത്തിലാകെ എത്ര നല്ല മനോഹരമായ മേനിയാണ്. വെളുത്ത മേനിയല്ലേ? ആ വെളുത്ത മേനിയിൽ ഈർക്കിളിന്റെ അടയാളം കാണുന്നു. രക്തം കൊണ്ട് വരച്ച പോലെ ഹബീബിന്റെ മേനിയിൽ ഇങ്ങനെ കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നബിയെ, കിസ്റയുടെ രാജാക്കന്മാർ എന്തൊരു സുഖത്തിലാണവർ. കൈസർ രാജാക്കന്മാരും കിസ്റ രാജാക്കന്മാരും തങ്ങളുടെ അരമനകളിൽ വെപ്പാട്ടികളുമായി ആനന്ദ നൃത്തത്തിലാണ്. അവരുടെ ദർബാറുകളിൽ പരവതാനി വിരിച്ച് അതിലൂടെ അവർ ഉല്ലസിക്കുകയാണ്. നബിയെ, അങ്ങേക്കൊന്ന് ദുആ ചെയ്തുകൂടെ ഈ ഉമ്മത്തിനൊരു വിശാലതയുണ്ടാകാൻ?
ഈ ഉമ്മത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഉമർ റളിയല്ലാഹു അൻഹു വിഷമം കൊണ്ട് ചോദിച്ചതാണ്. ഹബീബിന്റെ ശരീരത്തിലും മുറിപ്പാട് കണ്ട് ചോദിച്ചതാണ്. അവിടെ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അന്ത്യനാൾ വരെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന്, ധനം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ടത് എവിടെയാണ്? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞ മറുപടി ഇതാണ്: ഉമറേ, കിസ്റക്ക് സ്വർഗമുണ്ടോ? കൈസറിന് സ്വർഗമുണ്ടോ? അവരൊക്കെ സ്വർഗം ഇവിടെ വെച്ച് തീർത്തുപോയി. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിലെ പരവതാനിയാണ്, സ്വർഗത്തിലെ കൊട്ടാരങ്ങളാണ്, സ്വർഗത്തിലെ ഭവനങ്ങളാണ്. അത് ഖൽബിലേക്ക് കൊണ്ടുപോരാൻ കഴിയണം. നബി തങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരുന്നു. മദീനത്തെ ഏറ്റവും പ്രസിദ്ധമായ പർവ്വതമല്ലേ ഉഹദ് മല? എത്രയാ ഉഹദ് മലയുടെ വലിപ്പം എത്രയാണ്? 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയാണ്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള മല, എത്രയോ ഉയരമുള്ള പർവ്വതമാണ്. ആ പർവ്വതമാണ് നബി തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുന്നത്: വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ മക്കയിലെയും മദീനയിലെയും മാമലകൾ മാടി വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട്: ഞങ്ങൾ സ്വർണമായി അങ്ങേക്ക് മുമ്പിൽ വരാം നബിയേ. ഉഹദ് പർവ്വതം വന്നുകൊണ്ട് ചോദിക്കുകയാണ്: അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാൻ സ്വർണമായി അങ്ങയുടെ മുമ്പിൽ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? പുഞ്ചിരി തൂകി സുസ്മേരവദനായി നിരസിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ തിരുദൂതർ എത്ര തവണയാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന മറുപടി: ലാ ഉഹിബ്ബു അൻ നകൂന നബിയ്യൻ മലികാ വ ഉഹിബ്ബു അൻ നകൂന നബിയ്യൻ അബ്ദാ. ഞാൻ ആഗ്രഹിക്കുന്നത് രാജാധികാര പ്രൗഢിയുള്ള ഒരു പ്രവാചകനാകാനല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ വിനീത വിധേയനായ ഒരു അടിമയായി മാറാനാണ്. അങ്ങനെയുള്ള ഒരു പ്രവാചകനാകാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും ലഭിക്കാത്തത് കൊണ്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടാത്ത സമ്പത്തും ധനവുമൊക്കെ നാളെ നമുക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, നമ്മളിപ്പോൾ ഈ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കാതെ കൊണ്ടുവരുന്ന ഏതൊക്കെ ചരക്കുകളുണ്ടോ, ഏതൊക്കെ ഉപകരണങ്ങളുണ്ടോ, എല്ലാം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. കൊണ്ടുവരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളതിനെ നികുതി കെട്ടാതെ വരുമ്പോഴാണ് അത് നമുക്കൊരു ഭാരമായിട്ട് അനുഭവപ്പെടുക. ഇതിനേക്കാൾ വലിയ ഭാരമാണ് നാളെ പടച്ചറബിൻ്റെ കോടതിയിൽ എത്തുമ്പോഴുണ്ടാകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനയിലേക്ക്, പള്ളിയിലേക്ക് നബി തങ്ങൾ സ്വഹാബത്തിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ആളുകളോട് സ്വതക്ക ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിമാരൊക്കെ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു: നിങ്ങൾ എന്താ വീട്ടിൽ ബാക്കി വെച്ചത്? ഞാൻ ഇതിനത്രയും ഇതുപോലെയുള്ള ഒരു വിഹിതം ഞാൻ വീട്ടിലും ബാക്കി വെച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു: നിങ്ങൾ എന്താ വീട്ടിൽ ബാക്കി വെച്ചത്? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അല്ലാതെ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇൻഫാഖാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നാൽ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇൻഫാഖ് ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിബിതങ്ങൾ പറഞ്ഞല്ലോ, ഈ ഉമ്മത്തിൻ്റെ എല്ലാ ഉമ്മത്തിനും ഓരോ ഫിത്നകളുണ്ട്. ഈ ഉമ്മത്തിൻ്റെ ഫിത്ന എന്ന് പറയുന്നത് ധനമാണ്, സമ്പത്താണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് നിരന്തരമായി റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ എത്രയോ അവസരങ്ങളാണ് അള്ളാഹു താല നൽകിയിട്ടുള്ളത്. ഒരുപാട് അവസരങ്ങൾ. ഒരുപക്ഷെ മറ്റു മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത അത്ര വലിയ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടെ പള്ളികൾ നിർമ്മിക്കുന്നത്, സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ആ രീതിയിലേക്കുള്ള സ്വതക്കകൾ കൊണ്ടും ഹദിയകൾ കൊണ്ടും അതിനെ വിപുലപ്പെടുത്താൻ സാധിച്ചുകൊള്ളണമെന്നില്ല. നിങ്ങൾ കേരളത്തിലോ നോക്കൂ, 10,000-ൽ പരം വരുന്ന മദ്രസകൾ, 100 കണക്കിന് അറബിക് കോളേജുകൾ, 100 കണക്കിന് പള്ളി ദർസുകൾ, 10-30,000-ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, താമസം കൊടുക്കുന്നത്, ഇവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം ഉമ്മത്താണ്. മുസ്ലിം ഉമ്മത്ത് അത്രമേൽ വലിയ ധനാഢ്യരായതുകൊണ്ടാണോ? ഇവരെക്കാൾ ധനാഢ്യരായ എത്ര ആളുകൾ, എത്ര സമുദായങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ചാരിറ്റി എന്ന് പറയുന്നൊരു പ്രവർത്തനം രോഗികളായ ആളുകൾക്ക് വേണ്ടി,
അതല്ലെങ്കിൽ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയൊക്കെ ചാരിറ്റി നൽകുന്ന ഒരു ശീലമാക്കി മാറ്റിയെടുത്തത് ആരാണ്? ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്. നിങ്ങൾക്ക് പുറത്തെവിടെയും പോയി കാണാൻ കഴിയില്ല. ഈ കോവിഡ് കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നും ഒരു മുസ്ലിം വ്യവസായി ഓക്സിജൻ, ലക്ഷങ്ങളുടെ വില വരുന്ന ഓക്സിജൻ ദാനമായി നൽകിയപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു. അതവിടെ ഒരു വാർത്തയാകുന്നത് അതവിടെ പതിവില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അല്ലാഹു തആല എന്തുകൊണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമേൽ വലിയ ഹറാമുകളും മുസീബത്തുകളൊക്കെ നമ്മുടെ നാട്ടിൽ, എന്നിട്ടും അള്ളാഹുവിൻ്റെ ഒരു കാവലോടുകൂടി നമ്മളിങ്ങനെ ജീവിക്കണ്ടല്ലോ. എന്താണ് ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? എന്താണ്? നമ്മളൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ ദാനങ്ങൾ, ചെറിയ ചെറിയ വിഭവങ്ങൾ. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിൽ ദാനം ചെയ്യുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചെറിയ ചെറിയ വിഹിതങ്ങൾ കൊടുക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള നമ്മുടെ കാവൽ അതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അസ്സദഖത്തു റദ്ദുൽ ബലായ, ബലായികളെ, മുസീബത്തുകളെ തടുക്കുന്നത് സ്വതക്കയാണ്. ആയിഷ ബീവി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ഇത്തഖിന്നാറ വലൗ ബിശിഖ്ഖി തംറ, നരകാവകാശിയായി വിധിക്കപ്പെട്ട ഒരു പെണ്ണിന് അള്ളാഹു നരകമോചനം കൊടുത്തത് ഒരു ചീള് കാരക്കയുടെ കഷ്ണം ഒരു യാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് കൊണ്ടാണ്. ആ ഒരൊറ്റ ദാനം കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മളുടെ നാട്ടിലെ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി സഹായിക്കുവാനുള്ള അവസരങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ഈ പള്ളി ഏതാനും വർഷങ്ങളായി ഇതിൻ്റെ പുനർനിർമ്മാണമൊക്കെ നടന്നു. വളരെ മനോഹരമായ ഒരു പള്ളിയായി ഈ പ്രസിദ്ധമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ മഹല്ലിനും ഈ പള്ളിയും ഇതിനെ സഹായിക്കുന്ന ആളുകൾക്കൊക്കെ ഇസ്സത്തും റിഫഅത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നവീകരണ പ്രക്രിയകൾ ഈ അടുത്ത കാലത്ത് നടന്നു. 12 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് ഈ വലതുഭാഗത്തുള്ള ഈ ഷീറ്റ് ഇവിടെ മേഞ്ഞിട്ടുള്ളത്. അതിന് നമ്മുടെ ദൈനംദിന വരവ് ചെലവുകളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ വലിയ ഒരു 90% വിഹിതവും എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ നമുക്കിനി പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിലെ ചില കാര്യങ്ങൾ കൂടി പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനമായി നമ്മുടെ ഈ പള്ളിയുടെ കാർപ്പറ്റ്, ഈ കാർപ്പറ്റ് ഒന്ന് മാറ്റുകയും പുതിയ കാർപ്പറ്റ് ഇവിടെ വിരിക്കുകയും ചെയ്യണമെന്ന് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ ഉസ്താദ്, ചെറിയ ഉസ്താദ്, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. രോഗിയാണ്, വരാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ രോഗം കാരണം വരാൻ കഴിയാതിരുന്നതാണ്. അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഉസ്താദ് അവർകൾ പറയുന്നത് പോലെ തന്നെയായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ ഈ കാർപ്പറ്റ് നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. ഏകദേശം 150 മീറ്ററോളം വരുന്ന വിസ്തൃതിയിൽ ആണ് നമുക്ക് ഈ കാർപ്പറ്റ് മാറ്റേണ്ടതുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് 1 മീറ്ററിന് 2600 രൂപയാണ് ഒരു മീറ്ററിന് പൂർണ്ണമായ ചെലവ് വരുന്നത്. 2600 രൂപ. 2600 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതാണ്. അത് എത്രയാണോ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത് എങ്കിൽ അതിൻ്റെ ഭാഗമായി എല്ലാവരും ഏറ്റെടുക്കണം. അതുപോലെ നമ്മുടെ ഈ പുറത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഹാള് അത് പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അത് ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു 200 ചെയറും ഒരു 50 ടേബിളും 2 കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ 15 ഫാൻ അതിലേക്ക് ആവശ്യമുണ്ട്. ഒരു ടേബിളിന് 4500 രൂപ വരുന്ന 50 ടേബിൾ ആവശ്യമാണ്. 4500 രൂപ വരുന്ന ഓരോരുത്തർക്കും ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ ഈ പള്ളിയിൽ തന്നെ ഉണ്ടാകും. ഇനി ഇത് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളെ അറിയിക്കുമ്പോൾ എല്ലാ സമയത്തും നമുക്ക് വേണ്ടി സഹായിക്കുന്ന, നമ്മുടെ മഹലിനെ ഏറ്റെടുക്കുന്ന, സന്തോഷത്തോടു കൂടി ഇതൊക്കെ സ്വീകരിക്കുന്ന പ്രവാസി സഹോദരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്ത ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെയും വിവിധ ആളുകൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാകുന്നതാണ്. അതുപോലെ 425 രൂപ വരുന്ന 200 ചെയറുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ 2 വാട്ടർ പൈപ്പ്, വെള്ളം കഴുകാൻ ആവശ്യമായ ബേസിൻ, 2 ബേസിൻ ആവശ്യമുണ്ട്. ഒരു ബേസിന് 11,700 രൂപയാണ്. അതുപോലെ 3,500 രൂപ വരുന്ന 15 ഫാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ പള്ളിയുടെ ഈ ഇത് ഒന്നുകൂടി വിപുലീകരിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് നമുക്ക് വേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ ഹൗലിൻ്റെ പരിസരത്ത് കുറച്ച് ടൈൽ അറ്റകുറ്റപ്പണികളുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ചില അറ്റകുറ്റപ്പണികളുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൂർത്തിയാക്കണം. എല്ലായ്പ്പോഴും ഒന്നും ആളുകളോട് പള്ളിക്ക് വേണ്ടി സഹായം ചോദിക്കുന്നൊരു പതിവ് ഈ മിഹ്റാബിനില്ലല്ലോ. നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരുപാട് വർഷമായിട്ടുണ്ടാകും വലിയ ഒരു വിഹിതമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പള്ളിക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ കാര്യം പറയുമ്പോൾ
സഹായിക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും, നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ നാട്ടിലില്ലെങ്കിലും അവർക്ക് ഇത് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതിൻ്റെ ഭാഗമാകാൻ അവർ എപ്പോഴും കൂടെ നിൽക്കാറുണ്ട്. ചെറിയ മുസ്താദ് ഈ മെഹ്റാബിൽ നിന്ന് ഒരു വാക്ക് പറയുമ്പോഴേക്ക് 1000 കുതിരശക്തിയോടുകൂടി ഞങ്ങൾ അതിനെ ഏറ്റെടുക്കാറുണ്ട്. ഇത് ഉസ്താദിൻ്റെ വാക്ക് തന്നെയായി ഉസ്താദിൻ്റെ അനുവാദത്തോടു കൂടി പറയുന്നൊരു വാക്കാണ്, നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്ന് കരുതുകയാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗൺ പള്ളിയിലെ കാർപ്പറ്റ് അതും മാറ്റണം എന്ന ഒരു ചർച്ചയും വന്നിട്ടുണ്ട്. നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അതും മാറ്റേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ, എല്ലാ വിശ്വാസികളും നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇന്ന് ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതിനോടാണോ സഹകരിക്കാൻ കഴിയുന്നത് എങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ വിവരങ്ങൾ നമ്മുടെ കമ്മിറ്റി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ആവശ്യം നമുക്ക് പൂർത്തിയാക്കണം. നമ്മളെപ്പോഴും ഇതുപോലെ ചോദിക്കാറില്ല, വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ മാത്രമേ ചോദിക്കാറുള്ളൂ. ഇത് വലിയൊരു ഭാരിച്ച ചെലവ് വരുന്നതായതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു പലതുള്ളി പെരുവെള്ളം പോലെ എല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അതിനുവേണ്ടി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് പൂർണ്ണ ശമനത്തെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കപ്പെടുന്ന ഓരോ നിസ്കാരങ്ങളെയും, ഇവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഓരോ ഇബാദത്തിൻ്റെയും മിഥില സവാബിനെ ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകട്ടെ. അതിൻ്റെ അവസാന കാലം വരെ, അന്ത്യനാൾ വരെ അവരുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു നന്മയായി അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കട്ടെ. ജാരിയായ സദഖയായി മരണശേഷവും കൂടെയുണ്ടാകുന്ന ഒരു സൽക്കർമ്മമായി അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുമുഅയ്ക്ക് ശേഷം ദിക്റുണ്ട്. കണിയാട്ടിൽ അബ്ദുൽ മജീദ് 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവരുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ഒരു വഫാത്താണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ. വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ നടത്തി ദുആ ചെയ്യണം. അതുപോലെ ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ബക്കറ്റ് പിരിവ് സുന്നി മഹൽ ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ളതാണ്. നമ്മുടെ മഹല്ലുകളിലേക്ക് ഒരുപാട് ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്, അതുപോലെ സ്വദേശി ദർസ്, റിസോഴ്സ് പേഴ്സൺസിൻ്റെ ട്രെയിനിങ് ഒക്കെ ചെയ്തു വരുന്ന സുന്നി മഹൽ ഫെഡറേഷൻ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളാണ് അതിൻ്റെ പ്രസിഡന്റ്. ഉസ്താദ് അവറുകളുടെയും അതുപോലെ തന്നെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പിരിവ് ഇന്ന് നടക്കുകയാണ്. അതിലും കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആരും മറക്കരുത്. നമ്മുടെ പള്ളിയുടെ ഈ വിപുലീകരണവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള സഹായത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കുടുംബങ്ങളും ഒക്കെ പങ്കാവണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.